കണ്ണൂർ ചെറുപുഴയിൽ 8 വയസ്സുകാരിയെ അച്ഛൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു. മലാങ്കടവ് സ്വദേശി മാമച്ചനാണ് ദൃശ്യങ്ങളിൽ കുട്ടിയെ മർദ്ദിക്കുന്നത്. കുട്ടിയുടെ അച്ഛനും അമ്മയും അകന്നു കഴിയുന്നുവെന്നാണ് വിവരം. 12 വയസ്സുകാരനാണ് വീഡിയോ പകർത്തിയിരിക്കുന്നത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? നിലവിൽ മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? ദേവിക, ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത്. 8 വയസ്സുകാരിയെ പിതാവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, അത് അവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന 12 വയസ്സുകാരനായ മകൻ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. നമ്മൾ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയാനായി ചെറുപുഴ പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിച്ച വിവരം, കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ ഈ വിവരം അറിഞ്ഞ് കുട്ടികളുടെ വീട്ടിലേക്ക് CA അടക്കമുള്ള സംഘം പോയിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞിരിക്കുന്നത് ഇതൊരു പ്രാങ്ക് വീഡിയോ ആണെന്നൊരു കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ്. കാരണം ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ചില കുടുംബ പ്രശ്നത്തെ തുടർന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമ്മയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രാങ്ക് വീഡിയോ ആണ് എന്നൊരു കാര്യമാണ് ഈ കുട്ടികളടക്കം പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല. ഏതായാലും ഇന്ന് കുട്ടികളെയും അതുപോലെ തന്നെ പിതാവിനെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് ഒരു കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ച് കേസ് എടുക്കുന്ന നടപടികളിലേക്കടക്കം കടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കുട്ടികളുടെ അച്ഛൻ മാമച്ചനും അതുപോലെ തന്നെ ഭാര്യയും വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് ഈ കുട്ടികളെ മാതാവ് കൊണ്ടുപോകണമെന്നൊരു കാര്യം തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മാതാവ് കുട്ടികളെ കൊണ്ടുപോയിരുന്നില്ല. തുടർന്ന് ഈ കുട്ടികളും അച്ഛനും ചേർന്നുണ്ടാക്കിയ ഒരു പ്രാങ്ക് വീഡിയോ ആണ് ഇതെന്നുള്ള രീതിയിലാണ് കുട്ടികൾ നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം മർദ്ദന ദൃശ്യങ്ങൾ വളരെ ക്രൂരമാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, പെൺകുട്ടിയെ തലയ്ക്കടിക്കുന്നതും അതുപോലെ തന്നെ എടുത്ത് നിലത്തേക്ക് എറിയാൻ ശ്രമിക്കുന്നതും അതുപോലെ തന്നെ കയ്യിലൊരു വാക്കത്തി വെച്ച് ആ വാക്കത്തി കൊണ്ട് വെട്ടുമെന്ന് കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ തന്നെ ദൃശ്യങ്ങളിലുണ്ട്. ദൃശ്യം വളരെ ഭീകരമാണ്. അതൊരു പ്രാങ്ക് വീഡിയോ ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ആ കുട്ടിയെ തല്ലുന്ന ശബ്ദമടക്കം കൃത്യമായി ആ വീഡിയോയിൽ കേൾക്കുന്നുമുണ്ട്. പിതാവ് വളരെ മദ്യപിച്ച് ക്രൂരമായി ഈ കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതേസമയം കുട്ടികൾ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ആ പ്രാങ്ക് വീഡിയോ ആണ് എന്നുള്ളതാണ്. പോലീസ് കേസെടുക്കാൻ വൈകുന്നതും ഈ കുട്ടികളുടെ ഒരു മൊഴി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ദേവിക.